കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതിൽ വി.ഡി. സതീശൻ ക്യാമ്പിന് അതൃപ്തി. ജനവികാരം അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് സംശയിക്കുന്നതായി വി.ഡി. ക്യാമ്പ്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അസ്ലം, ഇത്തരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് തെളിയിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള തലവേദനകൾ, പ്രതിസന്ധി നിലനിൽക്കെയാണ് ഇപ്പോൾ വിവിധ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അതിൽ പോലും അതൃപ്തി പ്രകടിപ്പിക്കുകയാണോ വി.ഡി. സതീശൻ ക്യാമ്പ്? ഇതിൽ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് മുൻ കെ.പി.സി അധ്യക്ഷന്മാരെ വിളിപ്പിച്ചതിലൊന്നും അവർക്ക് അതൃപ്തിയില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ്. അതേസമയം തന്നെ കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമാരായ 3 പേർ, അത് ഷാഫി പറമ്പിൽ, അതോടൊപ്പം തന്നെ എ.പി. അനിൽകുമാർ, പി.സി. വിശ്വനാഥ്, ഈ 3 പേരെ കൂടി നാളത്തെ ചർച്ചകൾ വിളിച്ചതിലാണ് വി.ഡി. സതീശൻ ക്യാമ്പിന്റെ അതൃപ്തി. കാരണം ഒന്ന്, ഈ 3 പേരും എം.എൽ.എമാരും കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് പ്രതികൾക്ക് മുന്നേ അഭിപ്രായം പറഞ്ഞവരാണ്. മാത്രമല്ല ഇവർ 3 പേരും, എ.പി. അനിൽകുമാർ പ്രകടമായി തന്നെ കെ.സി. പക്ഷമാണ്. ബാക്കി 2 പേരും കൂടി എ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും കെ.സി. പക്ഷത്തിനൊപ്പം നിന്നാണ് ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് അവർ കരുതുന്നത്. മാത്രമല്ല ഈ 3 പേരുമാണ് എം.എൽ.എമാരുടെ അഭിപ്രായങ്ങൾ സ്വാധീനിക്കുന്നതിൽ വലിയ തോതിൽ ഇടപെട്ടത്. ഇവരെ കൂടി ഈ ഘട്ടത്തിൽ വിളിക്കുന്നത് അത് പിന്നെ ഒരു നല്ലൊരു സമീപനമാകില്ല എന്നാണ് വി.ഡി. സതീശൻ ക്യാമ്പ് കരുതുന്നത്. അതിനൊരു ഉദാഹരണം, ഒരു സെന്റൻസ് അവർ പറഞ്ഞത്, അതായത് കുറുക്കനെ കോഴിക്കോടിന്റെ ചുമതല ഏൽപ്പിക്കുന്നതിന് തുല്യമായി പോയി ഇവരെ കൂടി വിളിച്ചതെന്നുള്ളതാണ്. കാരണം ഒരു എം.എൽ.എമാരുടെ അഭിപ്രായം എടുത്തു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്നു, മുതിർന്ന നേതാക്കൾ 3 പേരും സംസാരിച്ചു, ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു. അവസാന ഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കുന്ന മുന്നോടിയായി മുതിർന്ന നേതാക്കളെ, മുൻ കെ.പി.സി അധ്യക്ഷന്മാരെ, ഇപ്പോൾ സജീവമായിരിക്കുന്ന നേതാക്കളെ വിളിപ്പിക്കുന്നു. അവർ ആ ഒരു ഘട്ടം വരെ നല്ലതാണ്. അതേസമയം തന്നെ നേരത്തെ തന്നെ അഭിപ്രായം പറയുകയും കെ.സി. വേണുഗോപാലിന് അനുകൂലം, അല്ലെ ഒരു പക്ഷത്തിന് അനുകൂലമായി സമീപനം സ്വീകരിച്ചു എന്ന് ഏറെക്കുറെ വ്യക്തതയുള്ള 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടി വിളിപ്പിച്ചതിൽ അതിൽ ചെറിയ തെറ്റായ സമീപനമുണ്ട്. അത് നല്ലതല്ല ഒരു സമീപനം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് ഈ ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ചകളെ, അത്തരം സാഹചര്യങ്ങളെയൊക്കെ അപഹാസ്യമാക്കുന്ന രീതിയിലേക്ക് മാറിപ്പോകുമോ എന്ന സംശയം അവർ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിൽ മുതിർന്ന നേതാക്കളെ കൂടിയാലോചനയ്ക്ക് വിളിച്ച നീക്കത്തെ അംഗീകരിക്കുമ്പോഴും അതിനെ പിന്തുണയ്ക്കുമ്പോഴും വർക്കിംഗ് പ്രസിഡന്റുമാരെ, പ്രത്യേകിച്ച് ഈ 3 പേരും എം.എൽ.എമാർ കൂടിയാണ്, അവർ 3 പേരും എം.എൽ.എമാരുടെ അഭിപ്രായം കെ.സിക്ക് അനുകൂലമായി സ്വാധീനിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അവർ കരുതുന്നവരാണ്. അവരെ കൂടി വിളിച്ചതിലുള്ളൊരു അതൃപ്തി വി.ഡി. ക്യാമ്പ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഡൽഹി ക്യാമ്പ് ചർച്ചകൾ കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഏറെക്കുറെ ഒരുവിധം കാര്യങ്ങൾ ഒരു ഘട്ടത്തിലേക്ക് എത്തുമെന്ന് തോന്നുമ്പോൾ വീണ്ടും കൂടുതൽ നടക്കുന്ന നടപടികളുള്ള പ്രശ്നങ്ങൾ, സങ്കീർണതകൾ കൂടുതൽ പ്രശ്നമാകുമോ എന്ന സൂചനകളുണ്ട്. എന്തായാലും വി.ഡി. ക്യാമ്പിൽ ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരെ 3 പേരെ, ഷാഫി പറമ്പിൽ, എ.പി. അനിൽകുമാർ, പി.സി. വിശ്വനാഥിനെ കൂടി നാളത്തെ ചർച്ചകളിൽ വിളിച്ചതിൽ, മുൻ കെ.പി.സി അധ്യക്ഷന്മാർക്കൊപ്പം വിളിച്ചതിലുള്ള അതൃപ്തി വി.ഡി. ക്യാമ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. ശരി അസ്ലം.